യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഡേയിൽ നമ്മൾ GBP/USD എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഓക്കെ, സോ അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GBP/USD കറണ്ട് ഡെയിലി ഔട്ട്ലുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ GBP/USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ റേഞ്ചിന്റെ താഴോട്ടേക്ക് വന്നു. ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഫോർവേഡ് ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർവേഡ് ഡിമാൻഡ് സോൺ ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ മാർക്കറ്റ് അതിൻ്റെ ശേഷം എന്ത് ചെയ്തില്ല, ഈ ഒരു ഡിമാൻഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സോ ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിലേക്ക് വന്നു. ഈ ഒരു പോയിന്റിലേക്ക് വന്ന സമയത്ത് ഇവിടെ 50 മിനിറ്റ് കൺഫർമേഷന് ശേഷമാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ സോ ഇതിനു വേണ്ടി നമുക്ക് 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോയിന്റ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് ആ ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് ഒരു സ്ട്രക്ചർ താഴോട്ടേക്ക് ഏറ്റവും ലാസ്റ്റ് 50 മിനിറ്റിൽ ബ്രേക്ക് ചെയ്തു. ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവൽ ഓഫ് സപ്ലൈ ലെവൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ നമുക്ക് സപ്ലൈ ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇത് നമ്മളെ ആ ഒരു ലാസ്റ്റത്തെ ഒരു സ്ട്രോങ് ഹൈ ആയിരുന്നു, കാരണം ഏറ്റവും ലാസ്റ്റ് ലോ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രക്ചറും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള മൊമെന്റം ഷിഫ്റ്റ് മാർക്കറ്റ് തന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ MS മാർക്ക് ചെയ്യാം. ഓക്കെ, സോ MS മാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ടെസ്റ്റ് ചെയ്യാത്ത ഡിമാൻഡ് ലെവൽസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു മൈനർ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ റീസൺ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് കൺസോൾട്ടേഷൻ എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഇതുപോലെ കാണാൻ പറ്റും. സ്ട്രോങ് മൂവ് മേലോട്ട് വന്നു ഈ ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, കുറച്ച് സമയം കൺസോൾട്ടേറ്റ് ചെയ്തു, ഇനി അടുത്തൊരു സ്ട്രോങ് മൂവ്മെന്റ് വന്നു. സോ ഈ ഒരു ബേസ് ഇതാണ് നമ്മളെ അടുത്തൊരു ഡിമാൻഡ് ലെവൽ. ഓക്കെ, ഈ ഡിമാൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തില്ലായിരുന്നു, ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല ആ ഒരു ഡിമാൻഡിന്റെ തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡ്യൂസ്മെന്റും ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ എന്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് അടുത്തൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടുന്നായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻഡ്യൂസ്മെന്റിന്റെ തൊട്ട് താഴെ നമുക്ക് എൻട്രി എടുക്കാം. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഈ ലോന്റെ താഴെ കീപ്പ് ചെയ്യുന്നതാണ് സേഫ്. ഓക്കെ, ഇവിടെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇരുന്നാലും ഈ ലോന്റെ താഴെ കീപ്പ് ചെയ്യുന്നതാണ് സേഫ്. കാരണം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് മേലോട്ടേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ താഴോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ഇൻവാലിഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോന്റെ തൊട്ട് താഴായിട്ട് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫോർവേഡ് സെറ്റപ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു മേജർ ടാർഗറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തതാണ്. സോ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ പറഞ്ഞാൽ ഈ ഒരു ഹൈ തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ഈ ഹൈസ് അതുപോലെ ഈ ഒരു ഹൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് സി എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു പോയിന്റിൽ നിന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ആ ഒരു ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് നമ്മുടെ 1 to 4 അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഓക്കെ, സോ എല്ലാവർക്കും ആ ഒരു ട്രേഡിന്റെ ബിഹൈൻഡ് ദ ലോജിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിലെ ഡിമാൻഡിൽ മാർക്കറ്റ് വരാൻ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് 50 മിനിറ്റിൽ ലാസ്റ്റ് സപ്ലൈയും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു
ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഹയർ പ്രോബബിലിറ്റി ഡിമാൻഡ് ലെവൽ ഉണ്ടായിരുന്നു. ആ ഡിമാൻഡിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി എടുക്കാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പോയിന്റിൽ നമ്മൾ ലിമിറ്റ് പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടായിരുന്ന ലോന്റെ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ലോ ആയതുകൊണ്ട് ഇതൊരു സ്ട്രോങ് ലോ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ താഴെ കീപ്പ് ചെയ്യാം സ്റ്റോപ്പ് ലോസ്. സോ നമ്മൾ നിയർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ നമ്മളെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് നമ്മളെ മെമ്പേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.